യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. കണ്ണുകളടച്ചോളൂ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നെ ആശ്വസിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി വാദിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്നേഹിക്കാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് ബഹുമാനിക്കാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് ആദരിക്കാം, പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം നമുക്ക് വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, ഭാരങ്ങൾ എന്തു തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ക്രൈസിസ്, ഈ ഒരു പ്രശ്നം, ഈ ഒരു ഭാരം, പരിശുദ്ധാത്മാവേ അതിശക്തമായി ഇടപെടണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ അതിശക്തമായി ഇടപെടണമേ. നമ്മുടെ ഈ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ആ രണ്ട് കരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിച്ചേ, യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ പല ആശുപത്രികളിൽ പല ഡോക്ടർമാരുടെ പുറകെ പല വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി നടക്കുന്നവരുണ്ട്. ഒരുപക്ഷെ വല്ലാണ്ട് ക്ഷീണിച്ചവരുണ്ട്. ഇനി ആര് എന്നെ സഹായിക്കും, ഇനി ആര് എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തും എന്നിങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. ഈ ശരീരത്തെ പരിശുദ്ധാത്മാവിന് കൊടുക്കുക. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനോട് പറയുക. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. 1 കൊറിന്തോസ് 6:19-20. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നീ തിരിച്ചറിയുന്നില്ലേ? യെസ്, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഓരോ വ്യക്തിയും സ്വയം വിശ്വസിക്കുക. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ എൻ്റെ ശക്തിപ്പെടുത്തണമേ. ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എൻ്റെ ഈ ശരീരത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ ഈ ശരീരത്തിലുള്ള രോഗപീഠകളെ നിർവീര്യമാക്കണമേ. പരിശുദ്ധാത്മാവെ എൻ്റെ ശരീരത്തിലുള്ള തഴക്ക ദോഷങ്ങളെ എടുത്തു കളയണമേ. പരിശുദ്ധാത്മാവെ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിർവീര്യമാക്കണമേ. ഈ നീട്ടിപ്പിടിച്ച 2 കരങ്ങളും നമ്മുടെ ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, നിത്യസഹായകനെ, ആദിമ ചൈതന്യം പോലെ എൻ്റെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നിറയണം. ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേലും വെളിപ്പെടണം. 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, നിത്യസഹായകനെ, എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഭാരപ്പെട്ടിരിക്കുന്ന, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന, രോഗപീഠകളാൽ വലയുന്ന എൻ്റെ ശരീരത്തെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ
ഒരുപക്ഷെ അനേക പ്രശ്നങ്ങൾ, നമ്മൾ ഇന്ന് കുടുംബത്തിൽ അനുഭവിക്കുന്ന അനേക പ്രശ്നങ്ങൾ മനസ്സിൽ തെളിയും, അനേക ഭാരങ്ങൾ മനസ്സിൽ തെളിയും, ചില വ്യക്തികളെക്കുറിച്ച് മനസ്സിൽ തെളിയും, ചില സംഭവങ്ങൾ മനസ്സിൽ തെളിയും. ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന ഒരത്ഭുതം, ഒരടയാളം നൽകി എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച്, തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച്, കണ്ണുകളടച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, എന്നും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവനെ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായി നയിക്കണമേ. ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ, നാവ് തുറന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, ദൈവശക്തിയാൽ പ്രവർത്തിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലേക്കും, ഇപ്പോൾ ഈ പോട്ട ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കുന്ന ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് ചേർന്ന് നമുക്കെല്ലാവർക്കും കൈയടിക്കാം. നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. യെസ്, ആമേൻ. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ. പരിശുദ്ധാത്മാവേ, ആദി ചൈതന്യമേ, ആത്മ ചൈതന്യമേ, ഒരിക്കൽ കൂടെ ആദി ചൈതന്യമേ, ആത്മ ചൈതന്യമേ, പരിശുദ്ധാത്മാവേ, ആമേൻ. ആത്മ ചൈതന്യമേ, പരിശുദ്ധാത്മാവേ, ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൈയടിച്ചേ, കൈയടിച്ച്. ആമേൻ. അഭിഷേകമായി ചൊരിഞ്ഞവനേ, നിറയണമേ, വന്നു നിറയണമേ. ആമേൻ. ഹല്ലേലൂയ പാടുവിദാസരി. ആദിമ ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ. നിറയണമേ. ആമേൻ. ഒരിക്കൽ കൂടെ പാടിക്കേ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്തനാളിൽ അഭിഷേകമായി ചൊരിഞ്ഞവനേ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസരി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ആത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. ലൂക്കാസ് സുവിശേഷം 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പസ്തോല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 6:10. അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓ ദൈവമേ, ഈ വചനങ്ങളുടെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവെടുത്ത് മാറ്റണമേ.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലൊരു പുത്തൻ അഭിഷേകം വെളിപ്പെടണമേ. ആഗ്രഹിച്ച് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിക്കാം ചേർന്ന് എല്ലാവരും. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാൽ. ആമേൻ. ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ആമേൻ, ആമേൻ. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റ്. അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചു ഒരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ചേർന്ന് പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ. വിളിച്ചേ, സ്വരമുയർത്തി ദാഹത്തോടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം വെളിപ്പെടട്ടെ. റോമാലേഖനം 8-15 തിരുവചനം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായി ദൈവീക ഇടപെടൽ സംഭവിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ. ഒന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുമായിരിക്കും. ഈ കാര്യം നാളുകളായിട്ട് നീ പ്രാർത്ഥിച്ച് മടുത്ത ഒരു കാര്യമാവും. വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കില്ല, ഇതിൻ്റെ ഒന്നും പുറകെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരോ വീട്ടുകാരോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് ആ അസാധ്യമായ കാര്യം, എന്നാൽ നിന്റെ ഉള്ളിൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ നിന്റെ ബുദ്ധി സമ്മതിക്കില്ലായിരിക്കും. ഇതൊക്കെ നടക്കുമോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. നീ അതുകൊണ്ട് വിശ്വസിച്ചേ. യെസ്, ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, ഇന്ന കാര്യം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിക്ക് അസാധ്യമാണ്, എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന കാര്യം കർത്താവേ അങ്ങ് സാധിച്ചു തരണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വട്ടമിട്ട് പിടിക്കുകയാണ്. ദൈവമേ, അങ്ങ് ഇടപെടണം, ഇടപെടണം. ആലോചിച്ച ഭാരം വരും, മുമ്പിൽ മുഴുവൻ തടസ്സങ്ങളായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനോട് വട്ടം പിടിച്ച് പറയുക, പരിശുദ്ധാത്മാവേ,
ഈ അസാധ്യമായ കാര്യം ഇത് നടപ്പിലാകുമ്പോൾ അനേകരുടെ മുമ്പിൽ സാക്ഷിയായിട്ട് കർത്താവെ അങ്ങനെ ഉയർത്തും. എനിക്കറിയാം. ഒരുപക്ഷെ ചില രോഗപീഠകളാണ്. വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു നിന്റെ മരണം വരെ നീ മരുന്ന് കഴിക്കണം. വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു നീ കിടപ്പ് രോഗിയാണ്, നീ ഇനി എഴുന്നേക്കില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു നിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇത് നിനക്ക് ജനറ്റിക്കായിട്ട് കിട്ടിയതാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, ഇത് മാറത്തില്ല. എന്നാൽ നീ വിശ്വസിക്കുകയാണ് സർവശക്തനായ ദൈവം, എൻ്റെ ദൈവം ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലോകത്തിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. അത് വിശ്വസിക്കണം, ആഗ്രഹിക്കണം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ചില മേഖലകളിൽ വല്ലാണ്ട് മരവിപ്പിലുള്ളവരിതേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടുകാർ ഒരുപക്ഷെ തടയും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, കുറെ നാളായില്ലേ പ്രാർത്ഥിച്ച്, മടുത്തില്ലേ, ഇനി നീ ഇതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. എന്നാൽ സർവശക്തനായ ദൈവം നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം, ആ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. കർത്താവെ, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്നു. കർത്താവെ, ഞാൻ ഈ നിയോഗം സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ കൃത്യമായിട്ട് ഓർത്തോണം. വെറും കൈയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കരുത്. മറിച്ച് കർത്താവ് നിന്നിൽ ഇടപെടുന്ന കാര്യം നീ അതങ്ങ് സമർപ്പിക്കുക. എൻ്റെ ദൈവം ഈ ശുശ്രൂഷയിൽ ഇടപെടും, വിശ്വസിക്കുന്നു. എന്നിൽ കർത്താവ് ഇടപെടുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി കർത്താവെ അങ്ങനെ ഉയർത്തി നിർത്തും. ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്നായിട്ട് അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് സ്തുതി കൊടുത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ചൂടുകാലമാണ്, വെള്ളമൊക്കെ കുടിച്ച് ആരോഗ്യമൊക്കെ സംരക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയുള്ള അല്പസമയം നമ്മൾ വചനം പഠിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് നന്നായിട്ട് സഹകരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം കേൾക്കാൻ, അത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇപ്പം സാധിക്കുന്നവർ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കണം. ഇനി മൊബൈൽ ഫോണിലാണെങ്കിലും ചില വചനങ്ങളൊക്കെ നോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ അതിൻ്റെ അഭിഷേകം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, അതിൻ്റെ 26-ാം തിരുവചനം. ചാപ്റ്റർ 14 വേഴ്സ് 26. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 26, 14-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ വചനം ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇതാ വിശുദ്ധ ഗ്രന്ഥം സമ്മാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള വലിയ ഒരു ആത്മബലമാണ് ഈ വചനം സമ്മാനിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം നമ്മൾ വ്യക്തിപരമായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത്
എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒച്ചത്തിൽ പറയണം, എന്നാൽ എന്നാൽ എൻ്റെ എന്റെ നാമത്തിൽ നാമത്തിൽ പിതാവ് അയക്കുന്ന പിതാവയക്കുന്ന സഹായകനായ സഹായകനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈതാത്തിക്കേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന അടിസ്ഥാനപരമായ കാര്യത്തെക്കുറിച്ചാണ് പറയണത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ സംശയത്തോടുകൂടെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിന്റെ സംശയം പരിശുദ്ധാത്മാവ് മാറ്റും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അസ്വസ്ഥരായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ വചനം നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, എന്നാൽ എന്നാൽ എന്റെ നാമത്തിൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പിതാവയക്കുന്ന സഹായകനായ സഹായകനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അനുസ്മരിപ്പിക്കുകയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തെ അടിസ്ഥാനമാക്കി ഈ അൾത്താരയുടെ മുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് പിതാവ് അയക്കുന്ന സഹായകനാണ്. സഹായകനാണ്. നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ചില മേഖലകൾ പഠിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ആരാണ്? സഹായകനാണ്. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. നമ്മൾ അല്പസമയം ഗ്രീക്ക് ഭാഷയും കൂടെ പഠിക്കാൻ പോവാണ്. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് പാരക്ലീറ്റ്. പാരക്ലീറ്റ് എന്ന് പറയുന്ന വേർഡാണ്. പറഞ്ഞേ, പാരക്ലീറ്റ്. പാരക്ലീറ്റ് പറഞ്ഞേ. പാര അറിയാം, പക്ഷെ ലീറ്റ് അറിഞ്ഞൂടാ. പാരക്ലീറ്റ് പറഞ്ഞേ. പാരക്ലീറ്റ്, പാരക്ലീറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരക്ലീറ്റ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കൃത്യം ദൈവത്തിൻ്റെ അതിശക്തമായ സാന്നിധ്യത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ്. പാരക്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം നിന്നോട് കൂടെയുള്ള സഹായകൻ, ആശ്വാസദായകൻ, കംഫർട്ടർ, അഡ്വക്കേറ്റ്, നിനക്ക് വേണ്ടി വാദിക്കുന്നവൻ എന്നിങ്ങനെ ചില വാക്കുകളുടെ അർത്ഥമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പം ഈ വാക്ക് ആദ്യം ശ്രദ്ധിക്കുക. പാരക്ലീറ്റ്, പാരക്ലീറ്റ്. ശ്രദ്ധി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ ഒരു കുഞ്ഞ് നടന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുന്നേറ്റ് ഓടി നടക്കൂ? ഇല്ല. ഈ കുഞ്ഞ് സാവധാനം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ശേഷിയായി കുറച്ച് കഴിഞ്ഞ് ഈ കുഞ്ഞ് നടക്കാൻ പഠിക്കും. ഈ കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ എന്തു ചെയ്യും? അമ്മയോ അപ്പനോ പ്രിയപ്പെട്ട ആരെങ്കിലെയോ ഈ കൊച്ചിൻ്റെ തൊട്ടടുത്ത് നിൽക്കും. എന്നിട്ട് ഈ കുഞ്ഞിനെ നടക്കാനായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നവർ പ്രേരണ കൊടുക്കും, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കും. അപ്പോൾ ഈ കൊച്ചി ഇങ്ങനെ ഓരോ ചുവടും ഇങ്ങനെ വെക്കും. അപ്പോൾ തൊട്ടടുത്തുള്ളവരുടെ പ്രവൃത്തി എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ തൊട്ടടുത്തുള്ളവരും ഈ കുഞ്ഞ് നടക്കുന്നത് പോലെ തന്നെ കൂടെയുണ്ട്. കാരണം എന്താ? ഈ കുഞ്ഞിനെ പിടിക്കണം. ഈ കുഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആരാ പിടിക്കുന്നത്? തൊട്ടടുത്തുള്ള ആൾ പിടിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കുഞ്ഞ് ഒന്ന് വീണാൽ കയറി പിടിക്കും, കുഞ്ഞിനൊന്ന് താളം തെറ്റിയാൽ പിടിക്കും. കുഞ്ഞിനറിയാം തൊട്ടടുത്തൊരാളുണ്ട്, കുഞ്ഞിനറിയാം തൊട്ടടുത്തൊരാളുണ്ട്. അപ്പം അതുകൊണ്ട് എന്താ പ്രത്യേകത? ഈ കുഞ്ഞിന് നടക്കുമ്പോൾ നല്ല ആത്മവിശ്വാസമാണ്.
സാവധാനം നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ മനസ്സിൽ കാണണം. ആ കുഞ്ഞിൻ്റെ കൂടെ തൊട്ടടുത്ത് മുതിർന്ന ഒരാൾ ഈ കൊച്ചിനെ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്ന സമയം ആ കൊച്ചിൻ്റെ കയ്യിൽ പിടിക്കും, ആ കൊച്ചിനെ മുമ്പോട്ട് നയിക്കാനായിട്ട് ശക്തി കൊടുക്കും, വീണാൽ താങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ സർവമാണ് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ആള്. അല്ലാതെ നമ്മൾ മാറി ഇരുന്നുകൊണ്ട് കസേര ഇരുന്നുകൊണ്ട് നടക്കൂ കുഞ്ഞ് എന്ന് പറയുന്നു, ആ കുഞ്ഞങ്ങനെ നടന്നു പോകുന്നു, അങ്ങനെയല്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ ഈ കുഞ്ഞ് സർവമേഖലകളിലും ആശ്രയിക്കുന്ന തൊട്ടടുത്തൊരു മുതിർന്ന ഒരാളുടെ പ്രസൻസ് ഉണ്ട്. എന്നതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഈ സഹായകൻ ആരാണ്? പാരക്ലീറ്റ്. സഹായകനായ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഈ ഭൂമിയിൽ പിച്ച വെച്ച് നടക്കുമ്പോൾ നമ്മളെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇടയ്ക്ക് കാല് തെറ്റി വീണു പോകുമ്പോൾ കയ്യെ കയറി പിടിക്കുന്ന, സാരമില്ല എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹായകൻ. അപ്പം അതുകൊണ്ട് ആ സഹായകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വേർഡ് നമ്മൾ ശ്രദ്ധിക്കണം. വെറും ഒരു സഹായകനല്ല, മറിച്ച് നിത്യം നിന്റെ കൂടെയുള്ള സഹായകനാണ്. നിത്യം നിന്റെ കൂടെയുള്ള സഹായകനാണ് പാരക്ലീറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആ വചനം നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അല്പം കൂടെ മനസ്സിലാക്കാം. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ് എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പാരക്ലീറ്റ് എന്ന സഹായകനെ നമ്മൾ 5 മേഖലകളിൽ ഒന്ന് പഠിക്കാൻ, നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന തരത്തിൽ നമ്മളൊന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ ശ്രമത്തിലാണ്. അപ്പം അതുകൊണ്ട് എഴുതിയൊക്കെ എടുക്കുന്നവർ എഴുതിയെടുത്ത് പഠിച്ചോളൂ. നമ്പർ 1, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് വെറും ഒരു സഹായകനല്ല, കോൺസ്റ്റന്റ് കമ്പാനിയനാണ്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായകനാണെന്ന് പറഞ്ഞു. എത്രയോ സഹായികൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സഹായി അല്ല. ഇപ്പം നമ്മൾ ഓട്ടമത്സരത്തിൽ നീ ഓടിക്കോളൂ എന്നും പറഞ്ഞ് കാണികളുടെ കൂടെ ഇരുന്നുകൊണ്ട് വെറുതെ കൈയടിച്ച് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വെറും ഒരു സഹായി അല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറിച്ച് നീ ഓടുന്ന ഓട്ടത്തിൽ നിന്റെ കൂടെ തന്നെ നീ വീഴാതിരിക്കാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ ബലപ്പെടുത്തി കൃത്യമായിട്ട് നയിക്കുന്ന ദൈവശക്തിയാണ്. കൃത്യമായിട്ട് നിന്നെ സഹായിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വെറും ഒരു സഹായകനല്ല, പെർമനന്റ് ആയിട്ട് കമ്പാനിയൻ, നിന്റെ കൂടെയുള്ള നിത്യസഹായകനാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, ചാപ്റ്റർ 14 വേഴ്സ് 16, 16-ാം അധ്യായം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 14 വേഴ്സ് 16, 14, 16 ഒന്ന് വായിച്ചാലോ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കണ്ടോ, സഹായകൻ. അതായത് ഈ വചനത്തിന്റെ ശക്തി എന്താണ്? പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും ഈ പരിശുദ്ധാത്മാവ് സഹായകനായി കൂടെ ഉണ്ടാവുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താ? എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവും. നമുക്ക് വിജയമുണ്ടാകുമ്പോൾ, കയ്യടി ഉണ്ടാകുമ്പോൾ, നീ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമല്ലെന്ന്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടുന്നു, നല്ലത്. ഇത് മാത്രമല്ല, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ ഏത് പ്രവൃത്തിയിലും ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്ന്.
നീ കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഈ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം ഒത്തിരി സഹായികളൊക്കെ നമുക്കുണ്ട്, ഒത്തിരി സഹായികളുണ്ട്. സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രത്യേകത എന്താ? നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ പ്രത്യേകത സഹായിക്കാം എന്നൊക്കെ വാക്ക് പറയും, പക്ഷേ ഒരാവശ്യം വന്നാൽ സഹായം ഒന്നും കിട്ടിയേല. ഇനി അവർ സഹായിക്കാമെന്ന് കരുതിയാലും അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കേസിൽ അകപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ആ കേസിൽ നിന്നൊക്കെ റിക്കവറി ചെയ്യപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രമാദമായിട്ടുള്ള ഒരു നാണംകെട്ട കേസിലാണ് ഇയാൾ ചെന്ന് പെട്ടത്. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ, എനിക്ക് ഈ കേസ് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റിയല്ല, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റിയല്ല. അച്ഛൻ എന്നെ അറിയാലോ, എനിക്ക് ഇഷ്ടം പോലെ പിടിപാടുകളുണ്ട്, ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്, ഇഷ്ടം പോലെ ആൾബലമുണ്ട്. എനിക്കിങ്ങനെ ഈ കേസ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ അച്ഛാ, എനിക്ക് അന്നാണൊരു കാര്യം മനസ്സിലായത്. ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന്. ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവർക്ക് വേണമെങ്കിൽ പണം തന്ന് സഹായിക്കാം, അവർക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ സഹായിക്കാം. പക്ഷേ എൻ്റെ പ്രശ്നത്തിൽ ഇവർക്കാർക്കും എന്നെ സഹായിക്കാൻ പറ്റിയില്ല. ആ രാത്രിയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും നാളും ഞാൻ ഈ പറഞ്ഞ ആളുകളിൽ വിശ്വാസം അർപ്പിച്ചാണ് ഓടി നടന്നിരുന്നത്. ഇവരെന്നെ സഹായിക്കും, ഇവരെൻ്റെ കൂടെ നിൽക്കും, ഇവർ വിചാരിച്ചാൽ എല്ലാം ശരിയാകും, അങ്ങനെ ഇങ്ങനെയാന്ന് വിചാരിച്ചു. എവിടെ? ഇവർക്കാർക്കും എന്നെ സഹായിക്കാൻ പറ്റിയില്ല. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ തലയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം, ഈ ഭൂമിയിൽ എന്നെ നിത്യം സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ആളുകളൊക്കെ പറച്ചിലൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു പരിധി വിട്ട് അവർക്കാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഒരു പരിധി വിട്ട് അവർക്കാർക്കും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഈ വ്യക്തി കടന്നുപോയ, ഞാൻ ഈ പറഞ്ഞ പ്രമാദമായൊരു പ്രശ്നത്തിൽ പെട്ട വ്യക്തി കടന്നുപോയ അവസ്ഥകൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കണ്ണുനീർ വാർത്തുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ആ രാത്രിയിൽ പോലീസ് സ്റ്റേഷൻ്റെ തറയ്ക്കകത്ത് ഞാൻ അങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു കാര്യം ആ പോലീസ് സ്റ്റേഷൻ പഠിപ്പിച്ചു. ആ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമ്പോൾ പഠിപ്പിച്ചു, എനിക്ക് എത്രമേൽ ആൾബലമുണ്ട്, അധികാരമുണ്ട്, പവറുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ സഹായിക്കാൻ ആ സമയത്ത് എനിക്ക് ആരും ഉണ്ടായില്ല. എനിക്ക് സർവശക്തനായ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യം കൂടെയുണ്ട്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അന്ന് ആ ഇരുമ്പഴിക്കുള്ളിൽ ഞാൻ കിടക്കുമ്പോൾ, ആരും എന്നെ സഹായിക്കാനില്ലാത്ത ഗതികെട്ട സമയത്ത് ഞാൻ അവിടെ കിടക്കുമ്പോൾ, അച്ഛാ, ആ രാത്രിയിൽ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന കൊന്തയുടെ വിലയറിഞ്ഞു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല അച്ഛാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ എൻ്റെ കഴുത്തിൽ ചെറിയൊരു കൊന്ത കിടപ്പുണ്ട്. നാളുകൾക്ക് മുമ്പ് ഞാൻ ഇട്ട കൊന്തയാ. ഇന്ന് വരെ ഞാൻ അത് ഊരി കൊന്ത ചെല്ലിയിട്ടില്ല. ഇന്ന് വരെ ഇങ്ങനെ ഒരു കഴുത്തിലൊരു കൊന്തയുണ്ടെന്നറിയാം, അതിനപ്പുറം ഇതിൻ്റെ ശക്തിയോ ഇതിൻ്റെ പ്രാധാന്യമോ മനസ്സിലായിട്ടില്ല. അന്ന് രാത്രിയിൽ അവിടെ ഞാൻ ആ തറയിൽ, തണുത്ത തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തടഞ്ഞത് എൻ്റെ കഴുത്തിലിട്ടിരുന്ന കൊന്തയാണ്. അന്ന് ഞാൻ ആ കൊന്തയൂരി, അന്ന് എൻ്റെ കണ്ണുനീര് കൊണ്ട് ഞാനൊരു ജപമാല ചൊല്ലി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചു ആശ്വാസം. അച്ഛാ,
പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ അതേ ആശ്വാസം എനിക്കും കിട്ടി. അത് പരിശുദ്ധാത്മാവ് കൊടുത്ത വലിയ ഒരു ആശ്വാസമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അത്രമേൽ ഞെരുക്കത്തിൻ്റെ നടുവിൽ മറിയം സ്വീകരിച്ച അതേ പവർ, ആശ്വാസം എനിക്കും കിട്ടി. അച്ഛാ, ആ രാത്രിയിൽ എന്നെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. വലതുകരമുയർത്തി ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വെറും ഒരു സഹായകനല്ല, കോൺസ്റ്റന്റ് കമ്പാനിയൻ. നിന്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന, നിനക്ക് മാത്രമായിട്ട് കൂടെയുള്ള നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധന മധ്യേ നമ്മൾ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ ശക്തി നമുക്ക് വീണ്ടും വേണം. ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്ത രീതികളിൽ പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി അവസരങ്ങൾ നൽകുന്നുണ്ട്. ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ധ്യാന മന്ദിരങ്ങൾ. എന്തിനു വേണ്ടിയെന്നറിയോ? വ്യത്യസ്തമായ രീതികളിൽ പ്രാർത്ഥിക്കാൻ. ധ്യാന ശുശ്രൂഷ മേഖലകൾ, ധ്യാന ഗുരുക്കന്മാർ, ശുശ്രൂഷ മേഖലകൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ദേവാലയങ്ങളിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികൾ. എന്തിനു വേണ്ടിയെന്നറിയോ? നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ മുമ്പിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ അനേക വഴികൾ വെച്ച് നീട്ടുമ്പോൾ അവയ്ക്ക് മുമ്പിൽ പുറന്തെറിഞ്ഞു നിൽക്കരുത്. അവയെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോളൂ. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയ അനേക ധ്യാന മന്ദിരങ്ങളുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ധ്യാന മന്ദിരങ്ങളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ധ്യാന ഗുരുക്കന്മാരുണ്ട്, ആത്മായ ശുശ്രൂഷകരുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകം പേര് പല പല പ്രാർത്ഥനാ കൂട്ടായ്മകൾ അംഗങ്ങളായിരിക്കും, പല പ്രാർത്ഥനാ ശൈലികളുള്ളവരുണ്ടായിരിക്കും. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ട് കരങ്ങളും നീട്ടി അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചോളൂ. നീ ഏത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, നീ ഏത് ധ്യാന മന്ദിരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിന്റെ പ്രാർത്ഥനാ ശൈലി ഏത് തരത്തിലുള്ളതാണെങ്കിലും, നിന്റെ ഇടവക കമ്മ്യൂണിറ്റി ഏതാണെങ്കിലും, നിന്റെ കുടുംബ കൂട്ടായ്മ ഏത് തന്നെയാണെങ്കിലും, രണ്ട് കരങ്ങളും അൾത്താരയോട് നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവേ, ഞങ്ങളുടെ ആത്മീയ മേഖലകൾ വെളിപ്പെടണം, ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ ശക്തി വേണം, ഞങ്ങളുടെ ആത്മീയ മേഖലയെ തടയുന്ന എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും യേശുവേ, യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ തിരി രക്തത്താല്, തിരി കുരിശിനാല് ഞങ്ങളിതാ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒരു കാരണവശാലും ഒരു തിന്മയും തടയരുത്. ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തണം. ഓ കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളിലേക്ക് പ്രവർത്തിക്കട്ടെ. വിശ്വസിക്കട്ടെ, വിശ്വസിക്കട്ടെ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. വ്യത്യസ്ത പ്രാർത്ഥനാ കൂട്ടായ്മകൾ, വ്യത്യസ്ത ധ്യാന ശുശ്രൂഷകൾ, വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ, വ്യത്യസ്ത ഇടവക കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകൾ, എന്തുമാവട്ടെ, ഇപ്പോൾ ഈ ആരാധന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മീയമായി വളരുന്നതിനുള്ള അഭിഷേകം വേണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എന്നിൽ കവിയട്ടെ, ആമേൻ. ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ, ആമേൻ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, ആമേൻ. എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, കവിയട്ടെ, ആമേൻ. ഒഴുകട്ടെ, ഒഴുകട്ടെ ഒരു അഭിഷേകം. അഭിഷേകം. ഈ കാലഘട്ടത്തിന് അഭിഷേകം,
നിറഞ്ഞിടാൻ ആമേൻ. അധികമാമളവിൽ അഭിഷേകം പകരണമേ. പകരണമേ. കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പഠിക്കേ നിറയട്ടെ എന്നിൽ കവിയട്ടെ ആമേൻ. എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ആത്മീയ മേഖലയിൽ ഒരു വളർച്ച എല്ലാ ദൈവമക്കളിലെ മേൽ സംഭവിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഒരു അഭിഷേകം ഇപ്പോൾ സംഭവിക്കുന്നു. കൈയടിച്ചേ. ആമേൻ. യെസ്. കൈയടിച്ച് പ്രാർത്ഥിച്ചേ. കൈയടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഓരോ ഇടവക കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രയർ ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാന മന്ദിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളർത്തുന്ന അനേക എൽഡേഴ്സ്, മുതിർന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂട്ടായ്മയിൽ ക്ഷീണിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടായ്മ വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, ഞങ്ങളുടെ ആത്മീയ ജീവിതം ബലപ്പെടട്ടെ. വിശ്വസിക്കുന്നു. കൈയടിച്ചോളൂ. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ. ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ. ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച് ശക്തി വിളച്ചു നയിക്കണമേ. ആത്മാവേ വരദാനത്തിൽ ശക്തി വിളച്ചു നയിക്കണമേ. ആവിയിലെ പോലിന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ. ആവിയിലെ പോലിന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ. ആമേൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ നാവ് തുറന്ന് ഹൃദയം തുറന്ന് വിളിക്കട്ടെ. കർത്താവേ, ഈ കാലഘട്ടത്തിന് അഭിഷേകം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണം. ദൈവിക ശക്തി ഞങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവെടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി ഓരോ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ 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 റുഹായ് 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 യേശുവേ ലംബാ 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 യേശുവേ യേശുവേ ആരാധന. ആരാധന. യേശുവേ യേശുവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ നിന്നിൽ നിറയുന്ന അനുഭവം ഓരോ വ്യക്തിയും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. യെസ്, ദിസ് ഈസ് ദ ടൈം ഓഫ് മൈ അനോയിന്റിങ്. എൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ സമയമാണ്. എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന സമയമാണ്. നിനക്ക് എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും, പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, നീ എത്രമേൽ ഉയർന്നിട്ടുണ്ടെന്ന് നീ ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കണം. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മീയ ജീവിതത്തെ വളർത്തുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിങ് എൻ്റെ കർത്താവ് എനിക്ക് സമ്മാനിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിങ്, ഒരു പ്രത്യേക അഭിഷേകം എന്നിലേക്ക് കർത്താവ് ചൊരിയുന്നു. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. യെസ്, ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ കൂട്ടായ്മയിൽ, ഞാൻ പോകുന്നിടങ്ങളിൽ, ഞാൻ സംസാരിക്കുന്നിടങ്ങളിൽ, ഞാൻ പ്രവർത്തിക്കുന്നിടങ്ങളിൽ അത് സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവ്, ഞാൻ ഏറ്റെടുക്കുന്നു ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. യെസ്, ഇതെന്റെ മേൽ സംഭവിക്കുന്ന സമയമാണ്. എന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഈ ദേശത്ത് സംഭവിക്കപ്പെടാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നിന്നിലൂടെ
നീ എത്ര തളർന്ന വ്യക്തിയാണെങ്കിലും, ശാരീരികമായി എത്രത്തോളം ക്ഷീണിച്ച വ്യക്തിയാണെങ്കിലും, നീ കിടപ്പ് രോഗിയാണെങ്കിലും, നിന്റെ ആ കിടപ്പ് രോഗത്തിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിന് ചെയ്യും. നിന്റെ സഹനത്തിലൂടെ കർത്താവ് ചെയ്യും. വിശ്വസിച്ചോളൂ. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് അനേകരിൽ അത്ഭുതകരമായി ഇടപെടുന്നുണ്ട്. ഡെന്നീസ് എന്ന പേര് കർത്താവ് വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയെ പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അഡ്മിഷനോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന മകളെ വിഷമിക്കേണ്ട, കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. മൂക്കിൽ ദശ വളരുന്ന രോഗപീഠ അസ്വസ്ഥമാണ്. വളരെ ഭാരപ്പെട്ട് ഒരു സഹോദരൻ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിക്കണം. യെസ്, ഒരു വിവാഹ ആലോചന കർത്താവ് പറയുന്നു, പ്രാർത്ഥിച്ചിട്ട് വേണം നീ തീരുമാനിക്കാൻ. നിനക്ക് തോന്നുന്നത് പോലെയല്ലെന്ന്. നീ അപമാനം വിളിച്ചു വരുത്തരുത്, മറിച്ച് പ്രാർത്ഥിച്ചു വേണം തീരുമാനമെടുക്കാൻ. ദൈവമേ, എൻ്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ മേൽ ഒഴുകട്ടെ, കരുണ എൻ്റെ മേൽ ഒഴുകട്ടെ. ഉദര സംബന്ധമായ അസ്വസ്ഥത കർത്താവ് മാറ്റി അനുഗ്രഹിക്കുന്നു. 3-4 ദിവസമായി തലയ്ക്ക് വലിയ ഭാരം, തലയ്ക്ക് വലിയ ഭാരം അങ്ങനെ അനുഭവിക്കുന്ന 1-2 പേരല്ല, അനേകരെ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. അവരിലേക്കും കർത്താവിന്റെ അനുഗ്രഹം ചൊരിയപ്പെടുന്നു. തലയ്ക്ക് വലിയ ഭാരം, ശിരസ് സംബന്ധമായ ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ മേൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. വിശ്വസിക്കൂ, നിന്റെ മേൽ കർത്താവ് ഇടപെടുന്നു. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഓ ദൈവമേ, വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് ഒരു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ തിരു